ഗായത്രിയുടെ തേങ്ങൽ ഉച്ചത്തിലായപ്പോഴാണ് അർജുന് താൻ പോകുന്നത് എന്താണെന്ന് ബോധം വന്നത്. നനഞ്ഞൊട്ടി അവളുടെ ദേഹത്ത് നിന്ന് വിട്ടുനിന്ന് കൊണ്ട് അർജുൻ അവളുടെ ദേഹത്തേക്ക് സാരി വലിച്ചിട്ട് കൊണ്ട് മുറിയിൽ കയറിപ്പോയി. ഗായത്രി കരച്ചിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു. അർജുനെ കണ്ട് ഈ നിമിഷം വരെ തനിക്കും കണ്ണുനീർ മാത്രമാണെന്നോർത്തു ഗായത്രി. ഇനി തൻ്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീർ മാത്രം തന്നെ ആവും എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. അർജുൻ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല. ആ മനസ്സിൽ ഗായത്രി ഇല്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ? എൻ്റെ ജീവിതം നശിപ്പിച്ചു ജയിച്ചതല്ലേ? പിന്നെ വീണ്ടും ഗായത്രി തൻ്റെ മനസ്സിനോട് തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അർജുൻ മുറിയിൽ അസ്വസ്ഥതയോടെ നടന്നു. ഗായത്രി അടുത്തുണ്ടായിട്ടും അവനൊരു തരം ഭ്രാന്ത് പോലെ തോന്നി. വാക്കുകൾ തന്നെ മാത്രം അസ്വസ്ഥനാക്കുന്നു. അർജുൻ ഫോൺ എടുത്ത് ജോണിനെ വിളിച്ചു. ഡാ, നീ വിളിച്ച കാര്യം മനസ്സിലായി. സാധനം കിട്ടില്ല മോനെ. എനിക്ക് ദേഷ്യം വരുന്നടാ. ഇത്രയും നാൾ അവളെ കാണാഞ്ഞിട്ടായിരുന്നു പ്രശ്നം. ഇപ്പോൾ എന്താ? അവളുടെ ഓരോ സംസാരം കേട്ടാലുണ്ടല്ലോ, കവളിൽ നിന്നും കൈയെടുക്കാൻ തോന്നില്ല. അവൾ അങ്ങനെ പെരുമാറും. നീ കുറച്ച് ശാന്തത കാണിക്കുക. തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ അവൾക്ക് നിന്നോട് വെറുപ്പ് കൂടുകയേ ഉള്ളൂ. ഫോൺ വെച്ചുകൊണ്ട് അർജുൻ ഗായത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ നിലത്തിരുന്ന് ഉറങ്ങിയിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് അർജുന് സങ്കടം തോന്നി. അവൻ അവളെ കയ്യിൽ കോരിയെടുത്തു മുറിയിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. ഗായത്രി ക്ഷീണം കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അർജുൻ അവളുടെ അടുത്ത് ഇരുന്നു. അവളുടെ മുഖത്തുകൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അത് അവളുടെ സ്ഥാനം മാറി കിടക്കുന്ന സാരിക്കടയിലൂടെ വയറിൽ എത്തിയതും അവൻ്റെ കൈകൾ പതിയെ വയറിൽ തൊട്ടു. അവൻ്റെ ഉള്ളിലെ സിരകളിൽ ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു. വയറിൽ നീരിച്ചു കിടക്കുന്ന പാടുകളിൽ തലോടിയതും ഗായത്രി ഒന്ന് നരങ്ങി. പക്ഷേ അർജുൻ അപ്പോഴും കൈയെടുത്തില്ല. ഒടുവിൽ തൻ്റെ വികാരശമനം എന്നോണം അവളുടെ അലില വയറിൽ അവൻ മുഖം പൊയ്ത്തി അമർത്തി ചുംബിച്ചു. ഗായത്രി ഒന്ന് പിടഞ്ഞു. അവൾ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ വയറിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുന്ന അർജുനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിലത്ത് കിടന്നുറങ്ങിയപ്പോൾ എടുത്തു കിടത്തിയതേ ഉള്ളൂ, അർജുൻ വളരെ വിനയത്തോടെ പറഞ്ഞു. ഗായത്രി ദേഷ്യം കണ്ടു മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഗായത്രി തലക്ക് കൈ കൊടുത്ത് ബെഡിൽ ഇരുന്നു. ആ അലമാരിൽ ഡ്രസ്സുണ്ട്. നിനക്ക് ചേരുമായിരിക്കും, എടുത്തു നോക്ക്. അർജുൻ വാതിൽ തുറന്ന് അകത്ത് വന്ന് പറഞ്ഞു. പുറത്ത് തന്നെ പോയി. ഗായത്രി അലമാര തുറന്നു. അതിൽ സാരിയും ചുരിദാറും ഒക്കെ ഉണ്ടായിരുന്നു. ഗായത്രി അത് ആരുടെയാണെന്ന് ഓർത്തുകൊണ്ട് സാരി എടുത്തു. പിന്നെ എന്തോർത്തുകൊണ്ട് അത് അവിടെ തന്നെ വെച്ച് ചുരിദാർ എടുത്തു. ബാത്റൂമിൽ പോയി. അർജുൻ തിരിച്ചു മുറിയിൽ വരുമ്പോൾ ഗായത്രി ബെഡിലിരിക്കുകയായിരുന്നു. അവളെ നിന്ന് നോക്കി അർജുനും ബാത്റൂമിൽ പോയി. അർജുൻ ബാത്റൂമിൽ കയറിയതും ഗായത്രി വേഗം അവൻ്റെ മൊബൈൽ തിരയാൻ തുടങ്ങി. അവൻ അയച്ച ഷർട്ടിലും മേശയിലും എല്ലാം തിരഞ്ഞെങ്കിലും അവൾ നിരാശയോടെ പിൻവാങ്ങി. അവസാന ശ്രമം എന്നോളം ഹാളിൽ പോയി നോക്കി. ഭാഗ്യവശാൽ ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി അതെടുത്ത് ഓണാക്കിയതും അതിൽ തെളിഞ്ഞു വന്ന മുഖം കണ്ട് അവൾ അമ്പരന്നു. അതിൽ ഗായത്രി ധാവണെടുത്ത് ചിരിച്ചു നിൽക്കുന്ന മുഖമായിരുന്നു. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. താൻ പാലും അറിയാതെ എടുത്തൊരു ഫോട്ടോ. അവൾ ആകാശക്കുഴപ്പത്തിലായി. അതിലോക്കാണ് മോളെ, ഇങ്ങ് പോര്. പുറകിൽ നിന്നും അർജുൻ പറഞ്ഞതും ഗായത്രി നെട്ടിത്തിരിഞ്ഞ് തല തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന അർജുനെ കണ്ടു. ഗായത്രി വേഗം ഫോൺ അവിടെ തന്നെ വെച്ചു. അവനെ നോക്കാതെ മറികടന്ന് മുറിയിൽ എത്തി. അർജുൻ വരുന്നുണ്ടെന്ന് തോന്നി ഗായത്രി വേഗം ഉറക്കം നടിച്ചു കിടന്നു. അർജുൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അടുത്ത് കിടന്നു. ആരെ വിളിക്കാനാ ഫോൺ എടുത്തേ? ഗായത്രി ഒന്നും മിണ്ടിയില്ല. അർജുൻ അവളോട് ഒന്ന് കൂടി ചേർന്ന് കിടന്നു. നിന്റെ മേൽ ഈ ലോകത്ത് എനിക്ക് മാത്രമാണ് അവകാശവും അധികാരവും. വേറെ ആരും നിനക്ക് വേണ്ടി വന്നിട്ടും കാര്യമില്ല. ഇനി ഹരിയെ എങ്ങാനും വിളിക്കാനാണ് പരിപാടിയെങ്കിൽ അവൻ പിന്നെ ജീവനോടെ പോവില്ല. എന്തിനാ അരിയേട്ടനെ കൊല്ലുന്നേ? എന്നെ അങ്ങ് കൊന്നേക്ക്. അങ്ങനെ കൊല്ലാനല്ല ഞാൻ ജീവിച്ചത്. പിന്നെ ഞാൻ നിന്നെ കൊല്ലുന്നുണ്ട്, ഇപ്പോഴല്ല. അർജുനെ പിടിമുറുക്കുന്നത് മനസ്സിലാക്കി ഗായത്രി കുറച്ചുകൂടി വിട്ട് കിടന്നു. പക്ഷെ അർജുൻ അവളോട് ചേർന്നു. നീ എന്നിൽ നിന്ന് അകലും തോറും ഞാൻ നിന്നിലെ അടുത്തുകൊണ്ടേയിരിക്കും. അവനിൽ നിന്ന് മോക്ഷമില്ലെന്ന് മനസ്സിലാക്കി അവൾ അങ്ങനെ കിടന്നു. അവൻ്റെ ശ്വാസം ദേഹത്ത് തട്ടുമ്പോഴെല്ലാം പൊള്ളുന്നത് പോലെ തോന്നി. എന്നാൽ അർജുൻ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ നേരത്തെ അർജുൻ്റെ ഫോണിൽ കണ്ട ഫോട്ടോ തെളിഞ്ഞു വന്നു. ഞാൻ പോലും അറിയാതെ എങ്ങനെ? അപ്പോൾ അജുവേട്ടന് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ എങ്കിൽ പിന്നെ എന്തിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഗായത്രിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. ഉത്തരമില്ലാത്തൊരുപാട് ചോദ്യങ്ങൾ. ഉത്തരം നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അവനെ സ്നേഹിക്കാൻ തനിക്ക് കഴിയുമോ എന്ന് അവൾ 100 ആവർത്തി അവളോട് തന്നെ ചോദിച്ചു. അപ്പോഴെല്ലാം അച്ഛൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. അർജുനോട് തോന്നുന്ന ഇഷ്ടം എല്ലാം എങ്ങോ പോയി. അവിടെ ദേഷ്യവും ഉറപ്പും വന്ന് നിറയുന്നു. നാളെ വീട്ടിലേക്കാണ് പോകുന്നത്. അന്ന് രാത്രി നീ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ വീട്ടിലേക്ക്. ഗായത്രിയുടെ മനസ്സിൽ അത് രാത്രി തെളിഞ്ഞു വന്നു.
എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളുടെയും അർജുൻ്റെ ജീവിതത്തിലേക്ക് കയറിയ ആ രാത്രി, താൻ ഏറ്റവും വെറുക്കുന്ന ആ രാത്രി, വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന ഗായത്രി ഓടി വരുന്ന മാളുവിനെ കണ്ടു മുറ്റത്തേക്ക് ഇറങ്ങി. മാളു കിതച്ചുകൊണ്ട് തിണ്ണയിലിരുന്നു. ഗായത്രി പേടിച്ചുകൊണ്ട് കാര്യം തിരക്കി. എന്താ മാളു? എടി, അജുവേട്ടൻ വന്നു. അതിന് നീ എന്തിനാ ഓടി വന്നത്? ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അജുവേട്ടൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. അത് കേട്ടതും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തളർച്ചയോടെ മാളുവിൻ്റെ അരികിൽ ഇരുന്നു. മാളു അവളെ ചേർത്ത് പിടിച്ചിരുന്നു. നീ വിഷമിക്കണ്ട, നമുക്ക് അജുവേട്ടനോട് എല്ലാം പറയാം. ഏട്ടന് നിന്നെ ഇഷ്ടമാവുണ്ടേ. അപ്പച്ചിയുടെ മോളെയാണ് അവർ ഉറപ്പിക്കാൻ പോകുന്നത്. അവളെ എന്തായാലും ഏട്ടന് ഇഷ്ടാവില്ല. അതെന്താ? ഇതൊരുമാതിരി സാധനമാണ്. അവൾക്ക് ഇപ്പോൾ നിലവിൽ എത്ര കാമുകന്മാരുണ്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല. മാളു, അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിലോ? നീ വെറുതെ കാട് കയറേണ്ട. നാളെ രാവിലെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അജുവേട്ടനെ കാണാം. എല്ലാം പറയാം. ബാക്കി വരുന്നിടത്ത് വെച്ചിട്ട് കാണാം. മാളു പറഞ്ഞതനുസരിച്ച് രാവിലെ അർജുനോട് തൻ്റെ പ്രണയം പറയാൻ ഗായത്രി തീരുമാനിച്ചു. എങ്കിലും മനസ്സിൽ അർജുൻ തന്നെ സ്വീകരിക്കില്ല എന്നൊരു പേടിയുമുണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ നിന്നും മാളുവും ഗായത്രിയും കൂടി അവരുടെ വീട്ടിൽ വരുമ്പോഴാണ് അകത്തു നിന്നും ഭയങ്കര ബഹളം കേൾക്കുന്നത്. ഉച്ചത്തിൽ സംസാരിക്കുന്നത് അർജുനാണെന്ന് മനസ്സിലായതും ഗായത്രി പേടിച്ച് അവിടെ തന്നെ നിന്നു. മാളു അവളെ പിടിച്ച് അകത്തേക്ക് വലിച്ച് കൊണ്ടുപോയി. അർജുൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അച്ഛനോടും അമ്മയോടും ദേഷ്യത്തിൽ സംസാരിക്കുന്ന അർജുനെ കണ്ടു ഗായത്രി നന്നായി പേടിച്ചു. കാരണം അവൾക്ക് അർജുൻ്റെ അങ്ങനെ ഒരു മുഖം ആദ്യമായിട്ടാണ് കാണുന്നത്. ആരോട് ചോദിച്ചിട്ടാ എൻ്റെ കല്യാണം നിശ്ചയിച്ചേ? ഞാൻ ആരെ കെട്ടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. മോനെ, നിനക്കറിയുന്ന കുട്ടിയല്ലേ സ്നേഹ. കൂടാതെ നിന്റെ മുറപ്പെണ്ണും. പിന്നെ ഞങ്ങളൊന്നും പറയണം. പിന്നെ തന്നെ പിടിച്ചു പറഞ്ഞേക്ക് അർജുൻ അവളെ കെട്ടില്ല എന്ന്. അത് പറഞ്ഞ് അർജുൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ഗായത്രിയെ ഒന്ന് തുറിച്ചു നോക്കി. അത് കണ്ടതും ഗായത്രി പിടിച്ചു വേഗം നോട്ടം മാറ്റി. അവിടെ കൈകാലുകൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. അർജുൻ പോകുന്നത് കണ്ടു മാളു വേഗം ഗായത്രിയുടെ കൈ പിടിച്ചു അർജുൻ്റെ പിന്നാലെ ഓടി. ഗായത്രി തടയാൻ നോക്കിയെങ്കിലും മാളു അവനെ വലിച്ചു കൊണ്ടുപോയി. അർജുൻ്റെ മുന്നിൽ പോയിരുന്നു മാളു. ഗായത്രി മാളുവിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു. ഏട്ടാ, പോവല്ലേ. ഒരു കാര്യം. എന്താ അത്? പിന്നെ എനിക്കല്ല, ഗായത്രിക്ക്. അവൾക്കെന്താ? അവൾക്ക് ഏട്ടനോട് എന്തോ കാര്യം പറയാനുണ്ട്. മാളു ഗായത്രിയെ പിടിച്ചു അർജുൻ്റെ മുന്നിലേക്ക് നിർത്തി. അർജുൻ്റെ മുഖം കണ്ടതും ഗായത്രിയെ തൊണ്ടയിലെ വെള്ളം പറ്റി. അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി. മാളു അവളെ തട്ടിക്കൊണ്ട് പറയാൻ ആംഗ്യം കാണിച്ചു. എന്താടി, രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താൽ പറയാനുള്ളത് പറഞ്ഞു തൊലക്ക്. അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഗായത്രി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പുറകിലേക്ക് നിന്നു. അർജുൻ അവളെ രൂക്ഷമായൊന്ന് നോക്കി ബേഗ് എടുത്തുപോയി. ഗായത്രി ആശ്വാസത്തിൽ ശ്വാസം എടുത്തു. മാളു അവളെ വഴക്കു പറയാൻ തുടങ്ങുമ്പോഴേക്കും അർജുൻ ബേഗ് ഗേറ്റിൻ്റെ അവിടെ നിർത്തി. ഗായത്രി, വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നിന്നോട് വരാനാണ് പറഞ്ഞത്. അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞതും ഗായത്രി പേടിച്ചു വേഗം അവൻ്റെ അടുത്തേക്ക് പോയി. മാളു അത് കണ്ട് സന്തോഷിച്ചു. ഗായത്രി എങ്ങനെയൊക്കെ ബേക്കിൽ കയറിയിരുന്നു. മാളുവിനെ നോക്കി. മാളു തംസപ്പ് കാണിച്ചു. കാര്യം പറയാൻ ആംഗ്യം കാണിച്ചു. ഗായത്രി പേടിയോടെ അവളെ നോക്കിയതും അർജുൻ ബേക്ക് എടുത്തു. ഗായത്രി ബാലൻസ് തെറ്റി അർജുൻ്റെ ദേഹത്തേക്ക് വീണു. പക്ഷേ വേഗം തന്നെ അവൾ നേരെയിരുന്നു. അവനിൽ നിന്നും അകന്നിരിക്കാൻ അവൾ കുറേ കഷ്ടപ്പെട്ടു. എന്താ നിനക്ക് പറയാനുള്ളത്? അർജുൻ പെട്ടെന്ന് ചോദിച്ചതും ഗായത്രി ഞെട്ടി. ഒന്നുമില്ല, മാളു വെറുതെ പറഞ്ഞതാണ്. വീടിൻ്റെ മുന്നിൽ ഇറക്കി വിട്ടുകൊണ്ട് അർജുൻ തിരിച്ചുപോയി. പക്ഷേ ഗായത്രി അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. അർജുനോട് മിണ്ടിയതും കൂടെ യാത്ര ചെയ്തതും എല്ലാം ഓർത്തു അവളിൽ സന്തോഷവും അലതല്ലി. പിറ്റേന്ന് തന്നെ അർജുൻ തിരിച്ചു പോയിരുന്നു. പിന്നീട് അർജുൻ്റെ വിവാഹകാര്യം ഒന്നും ആരും പറഞ്ഞു കേട്ടില്ലെന്ന് മാളു പറഞ്ഞു കേട്ട് ഗായത്രി ആശ്വസിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അർജുൻ വന്നത് അറിഞ്ഞ് ഗായത്രി വളരെ സന്തോഷത്തോടെ അവനെ കാണാൻ വേണ്ടി പോയി. അവിടെ എത്തുമ്പോൾ മാളു ഗായത്രിയെ കണ്ട് ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. മാളു ഗായത്രിയെ വലിച്ചുകൊണ്ട് മുകളിൽ ബാൽക്കണിയിൽ പോയി. എന്താടി കാര്യം? എടി മോളെ, നിന്റെ പ്രണയം സാഫല്യമായടി. എങ്ങനെ? അച്ഛനും അമ്മയും നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ. മാളു പൂർത്തിയാക്കാതെ ഗായത്രിയെ നോക്കി. ഗായത്രി അക്ഷമയോടെ നിൽക്കുകയായിരുന്നു. ഏട്ടൻ സമ്മതിച്ചടി. അത് കേട്ടതും ഗായത്രി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു മാളുവിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അങ്ങോട്ട് വിശ്വനും വാസുകിയും വന്നത്. വാസുകി ഗായത്രിയെ പുണർന്നു. മോളെ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അവന് ഇഷ്ടമായില്ലെങ്കിലോ കരുതിയാണ് ആദ്യം അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക്. ഗായത്രി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. അവൾ ചുള്ളിച്ചാടാൻ തുടങ്ങി. അച്ഛനോട് സംസാരിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, വിശ്വൻ പറഞ്ഞു. ഗായത്രി തലാട്ടി അവരോട് യാത്ര പറഞ്ഞിറങ്ങി. യാത്രയിൽ എല്ലാം തന്നെ അർജുൻ്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ.